അവർ മേസ് അക്കാദമിയുടെ ഗണിതം ലളിതം മധുരം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പലതും SSLCയിൽ A+ നേടാനുള്ള കുറുക്ക് വഴികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സൂത്രവാക്യങ്ങൾ നന്നായി പഠിക്കുക, 2 കണക്കെപ്പോഴും ചെയ്തു തന്നെ പഠിക്കുക, 3 ജാമിതീയ നിർമ്മിതികൾ വരച്ച് ആശയം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം എന്നുള്ളതാണ്. 4-മത്തത് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസും 2-3 തവണ ചെയ്ത് തീർത്തിരിക്കണം. 5-മത്തത് കഴിഞ്ഞ പരീക്ഷകളിൽ SSLC പരീക്ഷകളിൽ ചോദിച്ച 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്പോഴും നന്നായി പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ 6-മത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തെറ്റാൻ സാധ്യതയുള്ള 10ാം ക്ലാസ് വരെയുള്ള ചോദ്യങ്ങൾ. തെറ്റാൻ സാധ്യതയുള്ള കുറെ കുഞ്ഞു ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ പറ്റി ബോധവാനായിരിക്കണം. ഒരു വലിയ ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഒരു ചെറിയ ക്വസ്റ്റ്യന്റെ ആൻസർ തെറ്റിയാൽ അതങ്ങോളം തെറ്റായിരിക്കും. അപ്പോൾ തെറ്റാൻ സാധ്യതയുള്ള കുഞ്ഞു ചോദ്യങ്ങൾ 42 കുഞ്ഞു ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 43-മത്തെ ക്വസ്റ്റ്യൻ മുതൽ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇത് ഈസിയാന്ന് തോന്നും, ഇത് പെട്ടെന്ന് നോക്കി സ്കിപ്പ് ചെയ്തില്ല. നന്നായി പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്തു നോക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണെങ്കിൽ ആ ഒന്ന് തെറ്റാൽ അരമാർക്കല്ല പോവുക, അരമാർക്കിൽ കൂടുതൽ പോവും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 43-മത്തെ ക്വസ്റ്റ്യൻ. സോളിഡ്സ് എന്നുള്ള ചാപ്റ്റർ, ഘനരൂപങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ എപ്പോഴും സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കി കൺവേർട്ട് ചെയ്യേണ്ടി വരും. 4000 അല്ലെങ്കിൽ 4000 സ്ക്വയർ സെന്റിമീറ്റർ 40,000 സ്ക്വയർ സെന്റിമീറ്റർ 40,000 സ്ക്വയർ സെന്റിമീറ്റർ സമം അതിന് മീറ്റർ സ്ക്വയറിലാക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു കണക്കിന് ഒരു മീറ്റർ സ്ക്വയറിനെയാണ് പെയിന്റ് ചെയ്യാനുള്ള പൈസ തന്നിരിക്കുക. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ മീറ്റർ സ്ക്വയർ ആക്കണം. അത് പലപ്പോഴും തെറ്റിക്കാറുണ്ട്. സെന്റിമീറ്റർ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ സെന്റിമീറ്ററിനെ 100 കൊണ്ട് ഹരിക്കുക ചെയ്യുക. 100 സെന്റിമീറ്റർ ആണല്ലോ ഒരു മീറ്റർ. അപ്പൊ എത്ര സെന്റിമീറ്റർ ഉണ്ടോ അതിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഹരിക്കുക ചെയ്യുക. അതുപോലെ പലരും 100 കൊണ്ട് ഹരിച്ചു പോകുന്നു. 40,000 സെന്റിമീറ്റർ സ്ക്വയർ സമം ആൻസർ 40,000 ബൈ 100 × 100 കൊണ്ട് ഹരിക്കണം. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ 100 × 100 കൊണ്ട് ഹരിക്കണം. അപ്പൊ എത്ര കിട്ടും? 4 0 ഉണ്ട്, ഇവിടെ 4 0 ഉണ്ട്. ആൻസർ 4 മീറ്റർ സ്ക്വയറാ. ഇത്ര സെന്റിമീറ്റർ സ്ക്വയർ സമം 4 മീറ്റർ സ്ക്വയറാ. അത് തെറ്റാതെ കൊണ്ട് സൂക്ഷിക്കാം. 44-മത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു 7850 ഗ്രാം. ഗ്രാമിന് കിലോഗ്രാം നമുക്കറിയാം. 1 കിലോഗ്രാം 1000 എന്താണ് ഗ്രാമാ. അപ്പോ 7850 ഗ്രാമിന് കിലോഗ്രാം ആക്കാൻ 7850 ബൈ 1000 കിലോഗ്രാം സമം 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ദശാംശം ഇടത്തോട്ടിടുക. 7.850 വേണ്ട അത്ര കിലോഗ്രാം. 45-മത്തെ ക്വസ്റ്റ്യൻ √3, √2, √5 അതിന്റെ വില നമ്മൾ ബൈഹാർട്ട് പഠിച്ചിരിക്കണം. √3 ചിലപ്പോ √3 ഇട്ടാൽ മതി. ചിലത് ഇത്ര റുപ്യ എന്ന് ചോദ്യം വന്നാൽ പെയിന്റ് ചെയ്യാൻ എത്ര റുപ്യ എന്ന് ചോദിക്കുമ്പോൾ √3 റുപ്യ എന്ന് പറയൂല. അപ്പൊ √3 സമം 1.732. അതുപോലെ √2 സമം 1.414. ഇതുപോലെ √5 = 2.2 ബൈഹാർട്ട് പഠിച്ചു വെക്കണം. അപ്പൊ √3, √2, √5 വിലകള് ബൈഹാർട്ട് പഠിച്ചു വെക്കണം. 46 ഇതുപോലെ പഠിച്ചു വെക്കുന്ന വിലയാണ് പൈ. പൈന്റെ വില വൃത്തവുമായി ബന്ധപ്പെട്ടതല്ലേ. പൈ r സ്ക്വയർ വിസ്തീർണവും ഏരിയ ചുറ്റളവ് എത്രയാ 2πr. അപ്പൊ പൈന്റെ വില ചിലത് ക്വസ്റ്റ്യൻ പേപ്പർ തരും ഇന്നത് ഉപയോഗിക്കണമെന്ന്. 3.14 കൃത്യമായിട്ടല്ല, പൈന്റെ ഏകദേശ വരിക 3.14. അതല്ലെങ്കിൽ
റേഡിയസ് 7ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് വന്നാൽ, റേഡിയസ് 7ന്റെ ഗുണിതമായി വന്നാൽ അവിടെ 22/7 ചേർക്കണ്ടേ. പൈക്ക് 2 വിലയുണ്ട്. ചിലത് കൃത്യമായിട്ട്, ചിലത് 22/7 ചേർത്താലേ കൃത്യമായിട്ടുള്ള വില കിട്ടൂ. അപ്പോൾ പൈന്റെ 2 വിലകൾ ഏതാണെന്ന് ചോദിച്ചാൽ 3.14 മറ്റത് 22/7 ആണ്. 47 പലപ്പോഴും തെറ്റുന്ന 4ഉം ഇതാ 40,000ത്തിന്റെ റൂട്ട് കാണാൻ പറഞ്ഞാൽ സംഗതി എളുപ്പം, അറിയാവുന്നവർക്ക് എളുപ്പം. 4 പൂജ്യം ഉണ്ടെങ്കിൽ 2 പൂജ്യം ഉണ്ടാവുക സ്ക്വയർ റൂട്ടിൽ. 4ന്റെ സ്ക്വയർ റൂട്ട് 2. അപ്പൊ 47ാമത്തെ ക്വസ്റ്റ്യൻ 40,000ത്തിന്റെ സ്ക്വയർ റൂട്ട് 4 പൂജ്യം ഉണ്ടാകുമ്പോൾ 2 പൂജ്യം ഇടുക. 4ന്റെ റൂട്ട് സ്ക്വയർ റൂട്ട് 2. 48 റൂട്ട് ഓഫ് 9/16. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 വില ഉണ്ടാവും, പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് മാത്രമേ എടുക്കുള്ളൂ. റൂട്ട് ഓഫ് 9/16, 9ന്റെ റൂട്ട് 3, 16ന്റെ റൂട്ട് 4. അത് അങ്ങനെ തെറ്റൂല. തെറ്റാൻ സാധ്യത ഇതാണ്. 49ാമത്തെ റൂട്ട് ഓഫ് 1/4/16. റൂട്ട് ഓഫ് 1/4/16 ഈ മിശ്ര ഭിന്നസംഖ്യന ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം, വിഷമ ഭിന്നസംഖ്യ ആക്കണം. ഒരു 16 16ഉം ഒരു 16 16 4ഉം. 49ാമത്തെ ക്വസ്റ്റ്യൻ 1/4/9 അല്ല, ഒരു 16 1/9/16 ആണെങ്കിൽ ഒരു 16 മറ്റൊന്നും ചെയ്യാനാവും. ഒരു 16 16 9 25/16. ഒരു 16 16 9 25/16 എന്ന് പറയുമ്പോൾ എത്ര എഴുതുക? 5/4 പോസിറ്റീവ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോ 49. 50ാമത്തെ ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ 1/2 + 1/3 + 2/5. 1/2 + 1/3 + 2/3 സംഖ്യ വരുമ്പോ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവലുണ്ട്. അത് പലപ്പോഴും ഈ 2 സംഖ്യ തമ്മിൽ ആഡ് ചെയ്തിട്ട് 3ാമത്തെ സംഖ്യ ആഡ് ചെയ്താൽ മതി. അത് ഒരു വിധത്തിൽ നമ്മൾ പഠിച്ചു വരികയാണെങ്കിൽ 2 × 3 6, 2 × 3 6. അതിങ്ങനെ എഴുതിക്കോ. 2 × 3 2 × 3 തന്നെ എഴുതി. ഒരു 3 3 പ്ലസ് ഒരു 2 2 പ്ലസ് എത്ര എഴുതിയാൽ മതി? 2/5. നമ്മൾ സാധാരണ പഠിച്ച പോരാ. അപ്പൊ 3 2 5/6 പ്ലസ് 2/5 എന്നുള്ള വീണ്ടും ചെയ്യുന്നു. 6 5 30, I 5 25, 6 2 12 സമം ഉത്തരം 37/30. അപ്പോ 50ാമത്തെ ക്വസ്റ്റ്യൻ 37/30 കിട്ടി. ഇത് വേറെ വിധത്തിൽ ചെയ്യുക എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒന്നുകിൽ 2ന്റെ 3ന്റെ 5ന്റെ LCM കാണുക. ഇത് ഒരു വിധത്തിലാ. രണ്ടാമത്തത് 2ന്റെ 3ന്റെ 5ന്റെ LCM കാണുക. 2 3 6 5 30. അപ്പൊ ഇതിന് ആദ്യത്തേന് 2 15 30, ഒരു 15 15 പ്ലസ് ഇതിന് സമാനമായ ഭിന്നസംഖ്യയാണ് ഇത്. ഇത് 3 10 30, ഒരു 10 10 5 I 6 30, 6 12. ഇനി ഛേദങ്ങൾ എല്ലാം തുല്യമായതുകൊണ്ട് കൂട്ടിക്കോ. 15 10 25 10 32 37/30. ഇതല്ലെങ്കിൽ സാധാരണ വേറൊരു വഴിയുണ്ട്. അത് ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാന്നേ ഉള്ളൂ. 2 3 6 5 30 LCM. ആ 30 ഇടുക. ശരി, നല്ല വഴി ഇതാ, ശരിക്കുള്ള വഴി ഇതാ. 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15. 15നെ 1 കൊണ്ട് ഗുണിക്കുക 15 പ്ലസ് 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10. 10നെ 1 കൊണ്ട് ഗുണിക്കുക 10. 30നെ 5 കൊണ്ട് ഹരിച്ചാൽ 6. 6നെ 2 കൊണ്ട് ഗുണിക്കുക 12. ഇങ്ങനെ എത്ര ഭിന്നസംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ സമം ഇത് ആൻസർ എത്ര കിട്ടുന്നത്? 15 10 25 37/30. ഇങ്ങനെയാണ് ഭിന്നസംഖ്യ തമ്മിൽ കൂട്ടുക. ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്ന ചിലപ്പോൾ എളുപ്പമാണ്. എങ്ങനെയാ വെച്ചാൽ 1/4/9 പ്ലസ് 3/1/9. ഇത് വിഷമ ഭിന്നസംഖ്യ ആക്കിയിട്ട് കൂട്ടുമ്പോഴും അതിൽ എളുപ്പം ഏതാന്ന് ചോദിച്ചാൽ 1 3 കൂടി കൂട്ടിയാൽ 4. ഇത് 4 പ്ലസ് 4/9 പ്ലസ് 1/9 സമം 4 പ്ലസ് ഇത് 4 1 5/9. ഛേദം തുല്യമായതുകൊണ്ട് അപ്പൊ ഉത്തരം 4 5/9. 51ാമത്തെ ക്വസ്റ്റ്യൻ 4 5/9. അതല്ലെങ്കിൽ മിശ്ര ഭിന്നസംഖ്യ ആക്കിയിട്ടും ചെയ്യാം. ഇതിൽ നല്ലത് ഇതാണ്. ഒരു സെക്കൻഡ് സമയം ലാഭം കിട്ടിയാൽ അതാണല്ലോ.
42 എപ്പോഴും തരുന്ന ഒരു സംഗതി എക്സ് എന്തെങ്കിലും ഒരു സംഖ്യ താഴെ വന്നിട്ട് മേലെ 0 വന്നാൽ അത് ലോസ് ഓഫ് എക്സ്പെൻസിൽ പ്രത്യേകം പറയുന്നില്ലേ, എക്സ് റേസ്റ്റ് 0 ഇസിക്കൽ എത്രയാ 1. എക്സ് റേസ്റ്റ് 0 എക്സ് ഇടുന്ന ആൾക്കാരുണ്ട്, എക്സ് റേസ്റ്റ് 0 ഇടുന്ന ആൾക്കാരുണ്ട്. എക്സ് റേസ്റ്റ് 0 ഇസ് ഓൾവേസ് എത്രയാ 1. അപ്പൊ 10 റേസ്റ്റ് 0 വന്നാൽ എപ്പോഴും എത്ര ഇടാവും, 1 ഇടാവും. 53ാമത്തെ ക്വസ്റ്റ്യൻ, അത് ഒരു സാധാരണ ക്വസ്റ്റ്യനാ. റൂട്ട് എയിനെ റൂട്ട് ബി കൊണ്ട് ഗുണിച്ചാൽ റൂട്ട് എന്റെ റൂട്ട് ബി റാഡിക്കൽ എന്താണ്, റൂട്ട് എ ബി ആ. ഇത് അറിഞ്ഞിരിക്കണം. ഇപ്പൊ റൂട്ട് 20 ഇൻറ്റു റൂട്ട് 5 സമം ഇതെന്താന്ന് തിരിയില്ല. റൂട്ട് ഓഫ് 20 ഇൻറ്റു 5 എത്രയാ 100. റൂട്ട് ഓഫ് 100 എത്രയാ 10. ഇങ്ങനെ ചെയ്യാൻ സാധിക്കണം. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി അങ്ങനെ ചെയ്യാം. 54ാമത്തെ ക്വസ്റ്റ്യൻ, എ ക്യൂബ് ഫാക്ടറൈസേഷനാ. ഈ രണ്ട് ഫാക്ടറൈസേഷൻ SLCക്ക് ഇമ്പോർട്ടൻ്റാ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫാക്ടറൈസേഷൻ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫാക്ടറൈസേഷൻ ആദ്യം എ പ്ലസ് ബി എടുത്തിട്ട് എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയറാ. ഇത് പഠിച്ചിരിക്കണം. അതിന് ഫാക്ടറൈസ് ചെയ്യാന്നുള്ള നിങ്ങൾക്ക് അറിയാൻ പറ്റും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന്റെ ഫാക്ടറൈസേഷൻ എ പ്ലസ് ബി ഇൻറ്റു ഈ പ്ലസിന് ഇൻറ്റു ആക്കാനാണ് ഫാക്ടറൈസേഷൻ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. അതുപോലെയുള്ളത് 55ാമത്തെ ക്വസ്റ്റ്യൻ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണെങ്കിൽ ഇവിടെ മൈനസ് പുറത്ത് വരിക, ഇതാ എ മൈനസ് ബി ഇൻറ്റു ഇവിടെ മൈനസ് വന്നാൽ അകത്ത് പ്ലസ് ആ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അവിടെ ആൻസർ ചെയ്യുമ്പോൾ തഞ്ചി കഴിക്കരുത്. ഇവിടെ പ്ലസ് വന്നാൽ പുറത്ത് പ്ലസും അകത്ത് മൈനസും ആണ് രണ്ടാമത്തെ. അതുപോലെ ഇത് തെറ്റാൻ സാധ്യത വെച്ചാൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എഴുതി പോകും. എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എഴുതാവും. 56ാമത്തെ ക്വസ്റ്റ്യൻ, റൂട്ട് എ സ്ക്വയർ എപ്പോഴും എന്താണ് എ ആ. റൂട്ട് എ സ്ക്വയർ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ, റൂട്ട് എ സ്ക്വയർ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറയുമ്പോൾ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ സമം റൂട്ട് എ സ്ക്വയർ. അത് എത്രയാ എ ആ. അപ്പൊ റൂട്ട് എ ഹോൾ സ്ക്വയർ വന്നാൽ ഉടനെ എന്തിട്ട് കൊടുക്കുക, എ ഇട്ട് കൊടുക്കണം. റൂട്ട് ഓഫ് 10 സ്ക്വയർ വന്നാൽ എത്രയാ 10. ഇതൊക്കെ ചെയ്യുമ്പോൾ മൈനർ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എ പ്ലസ് കിട്ടുന്നവര് ഇത്തരം 100 ക്വസ്റ്റ്യൻസ്, ആകെ തെറ്റാൻ സാധ്യതയുള്ള 100 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് ഒരൊറ്റ നോക്കിയിട്ട് പോകാൻ പാടുള്ളൂ. അപ്പൊ 56 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇതിന് തുടർച്ചയായിട്ട് ഉള്ള ഇത്തരം ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യും. ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.